കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കുറച്ച് കാലമായിട്ട് അധികാരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. 8.5 വർഷമായിട്ട് കേരളത്തിൽ ഭരണമില്ല. ഭരണം കൊണ്ട് ചില്ലറുണ്ടാക്കുന്ന വശം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭരണമുണ്ടെങ്കിലുള്ള മറ്റു ചില വശങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്നാൽ അവർക്ക് അങ്ങനെയല്ല, ശീലിച്ചു പോയ ചില പ്രശ്നങ്ങളുണ്ട്. 8.5 വർഷമായി ഭരണമില്ല, 10 വർഷമായി ഭാവിയിൽ ഭരണമുണ്ടാകില്ല. തുടർന്നും UDF-ന് ഈ കേരളത്തിൽ ഭരണമുണ്ടാകാത്ത സ്ഥിതിയിലേക്ക് ഈ നാട് പോകുന്നു. അതാ പ്രശ്നം. KPCC പ്രസിഡന്റ് പറഞ്ഞത് ഒരു പ്രാണി പോയ നഷ്ടമുണ്ടാകില്ല. അത് പറഞ്ഞ KPCC പ്രസിഡന്റ് ഇനി എത്ര കാലം ആ കസേരയിൽ ഇരിക്കുമെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതവർഗീയത, ഇരുമതവർഗീയത, ഒരു ഭാഗത്ത് BJP ഉയർത്തുന്ന വർഗീയത, മറുഭാഗത്ത് SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവരെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിന്റെ തണലിൽ നടത്തുന്ന മതവർഗീയത, ഇതിനെതിരെ ആത്മാഭിമാനമുള്ള മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്. അവർ കോൺഗ്രസ് വിട്ടുവരും. അവരെ നിങ്ങൾ പ്രാണികളെന്ന് വിശേഷിപ്പിച്ചാൽ മിസ്റ്റർ സുധാകരൻ, പ്രാണികളുടെ ഒരു ഘോഷയാത്ര കേരളത്തിൽ ഭാവിയിൽ കാണാൻ വേണ്ടി പോകുന്നു. ഇടതുപക്ഷത്തേക്ക് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും വരും. ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിന്റെ തന്ത്രം, ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രചരണങ്ങൾ വളരെ ബോധപൂർവം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി. ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എന്നവർ വിശേഷിപ്പിക്കുന്ന കേരളം, ബംഗാളും ത്രിപുരയും അവർ തകർത്തു. ആ കേരളത്തിലെ സർക്കാരിനെ എല്ലാ നിലയിലും തകർക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ആഗ്രഹിക്കുന്നു, മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു, വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ആഗ്രഹിക്കുന്നു, കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നു, നവ ഉദാരവൽക്കരണ നയം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുക. 2016, 2021 സർക്കാർ നല്ല സർക്കാരായിരുന്നു. ഇപ്പോഴത്തെ സർക്കാർ അത്ര പോരാ. ഇതാണ് പ്രചരണം. 2016 മുതൽ 2021 വരെയുള്ള സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആ സർക്കാരിനെ എങ്ങനെയാണ് ഇവർ സമീപിച്ചത്? അന്ന് മാധ്യമങ്ങൾ എങ്ങനെയാണ് ആ സർക്കാരിനെ കുറിച്ച് വാർത്തകൾ കൊടുത്തത്? എങ്ങനെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ആ സർക്കാരിനെ നേരിട്ടത്? മികച്ചതെന്ന് പറഞ്ഞിട്ടാണോ? എപ്പോഴെങ്കിലും ഒരു തവണ ആ സർക്കാർ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു തവണ ആ സർക്കാരിന്റെ തുടർ ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും 1 or 2 തവണ മാധ്യമങ്ങൾ ആ സർക്കാരിനെ പ്രകീർത്തിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇപ്പോ ഈ ഗവൺമെന്റ് വരുമ്പോ ഈ ഗവൺമെന്റ് മോശം, ഇതിന്റെ മന്ത്രിമാര് മോശം, അന്നത്തെ ഗവൺമെന്റ് മികച്ചത് എന്ന പ്രചരണം വളരെ ബോധപൂർവ്വം നടത്തുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി പ്രിയപ്പെട്ടവരെ 2025 ഡിസംബറോടുകൂടി യാഥാർത്ഥ്യമാക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് LDF സർക്കാർ ആയതുകൊണ്ടല്ലേ? LDF സർക്കാരല്ല, UDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമോ? നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ LDF സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ എന്തുകൊണ്ടും ജനങ്ങൾക്ക് സുരക്ഷിതമായി എല്ലാ നിലയിലും ജീവിക്കാൻ സൗകര്യം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ്. ഇതാണ് പ്രത്യേകത. ഇത് പൊതുവെ ജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലും പ്രത്യേകിച്ച് 2 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പാർട്ടി സമ്മേളനത്തെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സഖാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങൾ ചില പ്രചരണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നു. ഒരു പത്രം എഴുതിയത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരു അജണ്ടയാണ്. കമ്മിറ്റി തെരഞ്ഞെടുപ്പും സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഉപരി സമ്മേളനത്തിലേക്കുള്ള പ്രതികളെ തെരഞ്ഞെടുക്കലൊക്കെ ഒരു അജണ്ടയാണ്. മാധ്യമങ്ങൾ എഴുതുന്നത് മനസ്സിലാക്കാം, കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല. സമയബന്ധിതമായി ഇതുപോലെ സമ്മേളനം നടത്തുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM എന്ന് മാധ്യമങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ഒക്കെ ഇതിനെ വിമർശിക്കുന്നത് കാണുമ്പോഴാണ് വല്ലാത്തൊരു തമാശ തോന്നുന്നത്. എത്ര കാലമായി ഇവരൊക്കെ ഒരു സമ്മേളനം നടത്തിയിട്ട്?
ഒരു കണക്കിന് നമ്മൾ ഭരിക്കുമ്പോൾ കോൺഗ്രസ് സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഇപ്പോൾ ക്രമസമാധാന നിലയിൽ നമ്പർ 1 സ്റ്റേറ്റായി ഇന്ത്യയിൽ നിൽക്കുന്നത് കേരളമാണ്. അതിലെന്തെങ്കിലും തകർച്ച സംഭവിക്കാതിരിക്കാൻ കോൺഗ്രസ് തൽക്കാലം സമ്മേളനം നടത്താത്തതാണ് എല്ലാം കൊണ്ടും നല്ലത്. മുസ്ലിം ലീഗ് നോമിനേഷനാണ് BJPയുടെ, പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. എന്നിട്ട് അവരാണ് CPIM സമ്മേളനത്തിൽ അവിടെ കുഴപ്പം, ഇവിടെ കുഴപ്പം, അവിടെ അങ്ങനെ പ്രശ്നമെന്നൊക്കെ പറയുന്നത്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളിൽ പലർക്കും മധുരം കഴിക്കാൻ പറ്റില്ല. മധുരം കഴിക്കുന്നത് വിലക്ക് ഡോക്ടർമാർ ഏർപ്പെടുത്തിയവരാണ് നമ്മളിൽ പലരും. അപ്പം നല്ലൊരു ലഡു, നല്ലൊരു ജിലേബിയൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെയാണ് സമ്മേളനം എന്നുള്ളതൊക്കെ നടത്താൻ പറ്റാത്തതിൻ്റെ മാനസിക പ്രയാസത്തിൽ നിൽക്കുന്നവർക്ക് സമ്മേളനം കൃത്യമായി നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. മനുഷ്യത്വപരമായി നമ്മൾ അതിനെയൊക്കെ ആ നിലയിൽ കണ്ടാൽ മതി. അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക. ജനാധിപത്യപരമായി സമ്മേളനം നടത്താൻ പറ്റാത്ത നിലയിലേക്ക് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറുന്നു. കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്തിനും ഏതിനും ഒരു ബദൽ നിലപാടുണ്ട്. ഇടതുപക്ഷ ബദൽ അത് നേരത്തെ കോൺഗ്രസും ഇപ്പൊ BJPയും മുന്നോട്ട് വെച്ച നവ ഉദാരവൽക്കരണ നയത്തിനെതിരാണ്. നവ ഉദാരവൽക്കരണ നയത്തിന് ബദൽ ഉയർത്തുന്നതാണ്. എല്ലാ മേഖലയിലും അത് കാണാമല്ലോ. സേവന മേഖല ഇന്ത്യയിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നു, കൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കുന്നു, സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. ഇതൊരു പൊതു ട്രെൻഡാണ്, ഒരു പൊതു പ്രവണതയാണ്. എങ്കിൽ ഒരു സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറുന്നു, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു, സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ മിടുക്കന്മാർ ഉന്നത നിലവാരത്തിൽ പഠിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നു. ആ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്. അതുതന്നെയാണ് ഇടതുപക്ഷ ബദൽ. അതാ ഇടതുപക്ഷ ബദൽ. മറ്റൊരു സേവന മേഖല ആരോഗ്യ മേഖല. സാധാരണക്കാരന്റെ ആശ്രയമായ ധർമാശുപത്രികൾ. DYFI സംഘടനയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കാറുള്ളത് എന്താണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്നുള്ളതാണ്. നോക്കുമ്പോൾ സർക്കാർ ആശുപത്രികൾ തന്നെ പലയിടത്തും ഇല്ല. സർക്കാർ ആശുപത്രികളിലെടുത്ത് രോഗികൾ പോകാറില്ല. കാരണം അവിടെ ഒരു ഡോക്ടറില്ല, മരുന്നില്ല, സജ്ജീകരണമില്ല, ജീവനക്കാരില്ല, ഡോർ തന്നെ പൂട്ടിക്കിടക്കുക. പലയിടത്തും പോയാൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ മൃഗങ്ങൾ അലഞ്ഞു നടക്കുന്നത് പോലെ സർക്കാർ ആശുപത്രികളിലും മൃഗങ്ങൾ അലഞ്ഞു നടക്കുമ്പോൾ നമുക്കിത് മനുഷ്യരുടെ ആശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് സംശയം തോന്നും. എന്നാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാ സജ്ജീകരണങ്ങളുമായി ഒരു സംസ്ഥാനത്തെ സർക്കാർ കൂടുതൽ ഫണ്ട് അതിനുവേണ്ടി വിനിയോഗിച്ച് സാധാരണക്കാരന്റെ ആശ്രയമായ ധർമാശുപത്രികളെ ശക്തിപ്പെടുത്തുന്നത്. ആ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. വല്ലാതെ ദൂരത്തൊന്നും പോണ്ട. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയോ ആന്ധ്രാപ്രദേശോ തെലങ്കാനയോ ബീഹാറോ മഹാരാഷ്ട്രയോ ഗുജറാത്തോ ഉത്തർപ്രദേശോ ഹരിയാനയോ ഒക്കെ പോയി നോക്കിയാൽ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി മനസ്സിലാക്കാനാവും. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കുന്ന പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആ നയത്തിന്റെ വക്താക്കൾ പറഞ്ഞു ഓതിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി സേവന മേഖലയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളം ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവന മേഖലയിൽ കൂടുതൽ ഫണ്ട് വിനിയോഗിക്കാൻ തയ്യാറാകുന്നു. അതാണ് പ്രത്യേകത. അതാണ് ഇടതുപക്ഷ ബദൽ. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനമുണ്ട് പ്രിയപ്പെട്ടവരെ? 60 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നു ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമല്ലാതെ എന്ന ചോദ്യം നാം ഉയർത്തുകയാണ്. ഏത് സംസ്ഥാനമുണ്ട്? BJP ഭരിക്കുന്ന സംസ്ഥാനത്തുണ്ടോ? കർണാടക ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന
ചില സംസ്ഥാനങ്ങളിൽ ഇത് കാണാൻ പറ്റുമോ? കേരളത്തിലെ കാണാൻ പറ്റൂ. 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു, അതും 1600 രൂപ കുടിശ്ശികയില്ലാതെ. 2011 മുതൽ 2016 വരെ UDF ഈ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഘട്ടത്തിൽ അന്ന് 34 ലക്ഷം പേർക്ക് ആയിരുന്നു പെൻഷൻ നൽകിയിരുന്നത്. പെൻഷൻ കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് 34 ലക്ഷം പേർക്ക് 1600 രൂപയല്ല കൊടുത്തത്, നിങ്ങൾ ഓർക്കുന്നില്ലേ? 600 രൂപ മാത്രമായിരുന്നു. അതിന് കുടിശ്ശിക വരുത്തിയത് എത്രയാണ്? 25 മാസം കുടിശ്ശിക വരുത്തി. 2 കൊല്ലം 1 മാസവും കുടിശ്ശിക വരുത്തി. എന്നാൽ ഇന്ന് ഇടതുപക്ഷ സർക്കാർ ബദൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 60 ലക്ഷം പേർക്ക് 1600 രൂപ പെൻഷൻ നൽകുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇടതുപക്ഷ ബദൽ. ഇടതുപക്ഷ ബദൽ BJP ഭയപ്പെടുന്നു. ഇടതുപക്ഷ ബദൽ ഇന്ത്യയിലാകെ പടർന്നാൽ, കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യയാകെ അറിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകളോ നമ്മുടെ പ്രസ്ഥാനം നയിക്കുന്ന കേന്ദ്ര സർക്കാരോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് പോലെ ജനക്ഷേമ പ്രവർത്തനങ്ങളും ബദൽ നിലപാടുകളും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം അതാത് രാഷ്ട്രീയ പാർട്ടികളിലെ സാധാരണ മനുഷ്യർ ഉയർത്തിപ്പിടിക്കും. അത് ഉയർത്തിപ്പിടിച്ചാൽ BJPക്ക് പ്രശ്നമാണ്. മതവർഗീയതക്കൊന്നും പിന്നെ സ്ഥാനമില്ല. അത് ഉയർത്തിപ്പിടിച്ചാൽ കോൺഗ്രസിന് പ്രശ്നമാണ്. കാരണം അവിടെ മറ്റു തരത്തിലുള്ള നിലപാടുകൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എന്നവർ വിശേഷിപ്പിക്കുന്ന കേരളം, ബംഗാളും ത്രിപുരയും അവർ തകർത്തു. ആ കേരളത്തിലെ സർക്കാരിനെ എല്ലാ നിലയിലും തകർക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ആഗ്രഹിക്കുന്നു, മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു, വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ആഗ്രഹിക്കുന്നു, കോർപ്പറേറ്റുകൾ ആഗ്രഹിക്കുന്നു, നവ ഉദാരവൽക്കരണ നയം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുക. അതിന്റെ പൊളിറ്റിക്സ് ആണ്. കോർപ്പറേറ്റ് രാഷ്ട്രീയത്തെ സംരക്ഷിക്കുന്ന മാധ്യമങ്ങൾ ഒരിക്കലും ഇടതുപക്ഷ സർക്കാരിന്റെ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകാത്തത്. ഇതിനെയാണ് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. 2016 മുതൽ 2021 വരെ ഭരിച്ച ഇടതുപക്ഷ സർക്കാർ, അന്നത്തെ പ്രത്യേകത പ്രതിസന്ധി നിറഞ്ഞ കോവിഡ് വന്നു, ഓക്കി വന്നു, നിപ്പ വന്നു. എന്നിട്ടും അടിപതറാതെ സർക്കാരും മുഖ്യമന്ത്രിയും നാടിനെ മുന്നോട്ട് നയിച്ചു. 2021 തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ തുടർ ഭരണം ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായി. പിന്നീട് ഇടതുപക്ഷ സർക്കാർ വന്നു. ഇടതുപക്ഷ സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണത്തിൽ വന്നപ്പോൾ അത് ഒരു തരത്തിലും വലതുപക്ഷ ശക്തികൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. പലർക്കും ഇപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക നിലയാണ് പലർക്കും. ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോൾ വിമോചന സമരത്തിലൂടെ സഖാവ് EMSന്റെ സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ സഹായത്താൽ പിരിച്ചുവിട്ടതുപോലെ ആദ്യ തുടർഭരണ ഇടതുപക്ഷ സർക്കാരിനെ അതേ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ശരിപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനുമാണ് ഈ ശക്തികൾ ശ്രമിക്കുന്നത്. ഒരുപാട് ഇടതുപക്ഷ സർക്കാരുകൾ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ശേഷം വന്നു. അവരോടൊക്കെ എടുക്കുന്ന സമീപനത്തെക്കാൾ വൈരനിരാധന ബുദ്ധിയോടുകൂടി ഒരു തരത്തിലും ഈ സർക്കാർ മുന്നോട്ട് പോകരുതെന്നുള്ള നിലപാടും കൈക്കൊണ്ടുകൊണ്ടാണ് ഈ ശക്തികൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രചരണം ഈ സർക്കാരിനെതിരെ നടത്തുന്നത്. ആ പ്രചരണം നടത്തുമ്പോൾ പഴയത് നല്ലത്, പുതിയത് മോശം എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടത്താൻ ശ്രമിക്കുന്നു. 2016 മുതൽ 2021 കൂടുതൽ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നുള്ളത് അറിയാഞ്ഞിട്ടല്ല, വളരെ ബോധപൂർവം അത്തരം പ്രചരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ അഴിച്ചുവിടുന്നു. കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും അഴിച്ചുവിടുന്നു. 2016, 2021 സർക്കാർ നല്ല സർക്കാരായിരുന്നു, ഇപ്പോഴത്തെ സർക്കാർ അത്ര പോരാ, ഇതാണ് പ്രചരണം. 2016 മുതൽ 2021 വരെയുള്ള സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആ സർക്കാരിനെ എങ്ങനെയാണ് ഇവർ സമീപിച്ചത്? അന്ന് മാധ്യമങ്ങൾ എങ്ങനെയാണ് ആ സർക്കാരിനെ കുറിച്ച് വാർത്തകൾ കൊടുത്തത്? എങ്ങനെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ആ സർക്കാരിനെ നേരിട്ടത്? മികച്ചതെന്ന് പറഞ്ഞിട്ടാണോ? എപ്പോഴെങ്കിലും ഒരു തവണ ആ സർക്കാർ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു തവണ ആ സർക്കാരിന്റെ തുടർ ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ തവണ മാധ്യമങ്ങൾ ആ സർക്കാരിനെ പ്രകീർത്തിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇപ്പോ ഈ ഗവൺമെന്റ് വരുമ്പോ
ഈ ഗവൺമെന്റ് മോശം, ഇതിന്റെ മന്ത്രിമാർ മോശം, അന്നത്തെ ഗവൺമെന്റ് മികച്ചത് എന്ന പ്രചരണം വളരെ ബോധപൂർവം നടത്തുന്നു. ഈ ഗവൺമെന്റിന്റെ മന്ത്രിമാരെയും ഈ ഗവൺമെന്റിനെയും മികച്ചതെന്ന് ഇവർ പറയുന്ന ഒരു കാലം നമ്മുടെ സംസ്ഥാനത്ത് വരാൻ വേണ്ടി പോകുന്നു. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ തുടർച്ചയായ ഭരണം വന്ന് അന്ന് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഇവർ പറയും കഴിഞ്ഞ സർക്കാരും അതിന്റെ മുമ്പത്തെ സർക്കാർ നല്ല സർക്കാരായിരുന്നു, ഇപ്പത്തെ സർക്കാർ മോശം, അന്നത്തെ മന്ത്രിമാർ മികച്ചതായിരുന്നു, ഇപ്പത്തെ മന്ത്രിമാർ മോശം. ഇതായിരിക്കും പ്രചരണം. ഇതാണ് വലതുപക്ഷ പ്രചരണ രീതി. ഇതാണ് വലതുപക്ഷ പ്രചരണ രീതിയുടെ ഭാഗമായി അവർ വളരെ ബോധപൂർവ്വം നടത്തുന്ന ചില സമീപനങ്ങൾ. കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന സാമ്പത്തികമായി നമ്മളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഞാൻ അതിൻ്റെ കണക്കുകളുമായിട്ടാണ് വന്നത്, പക്ഷേ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഫെഡറൽ സംവിധാന തത്വങ്ങളിൽ ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെയാണ് സാമ്പത്തികമായി ഒരു സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത്, അത് പ്രത്യേകിച്ച് എൻ്റെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. എന്താ അവിടെ നടക്കുന്ന പ്രചരണം? സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിന്റെ പ്രതിസന്ധികൾക്ക് കാരണമെന്നുള്ളതല്ലേ പ്രചരണം? തെറ്റായ പ്രചരണം. നികുതി പിരിവിൽ കേരളം പിറകോട്ട് പോയി, ഇതല്ലേ പ്രചരണം? ഞാൻ ഈ വർഷത്തെ കണക്കെടുക്കുന്നില്ല, ഈ വർഷത്തെ കണക്ക് വരുന്നേ ഉള്ളൂ. 2022 അപേക്ഷിച്ച് 2023 നമ്മുടെ സംസ്ഥാനത്തിന്റെ തനതു നികുതി വരുമാനം കൂടുകയാണോ കുറയുകയാണോ? കുറയുകയല്ല എന്ന് മാത്രമല്ല 22% വർധനവാണ് ഉണ്ടായത്. 2022 അപേക്ഷിച്ച് 2023 22% തനതു നികുതി വരുമാനം വർദ്ധിച്ച സംസ്ഥാനമാണ് കേരളം. ഇനി നികുതി ഇതര വരുമാനമോ? 2022 നിന്നും 2023 എത്തുമ്പോൾ നികുതി ഇതര വരുമാനം 45% നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചത്. അപ്പോൾ ധനകാര്യ മിസ്മാനേജ്മെന്റ് അല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ 3 രീതിയിലാണ് സഹായിക്കുക. ഒന്നാമത്തത് ഫിനാൻസ് കമ്മീഷന്റെ തീർപ്പ് പ്രകാരമുള്ള നികുതി വിഹിതമാണ്. അതിൽ വർധനവുണ്ടായിട്ടുണ്ടോ? അതിൽ വർധനവുണ്ടായിട്ടില്ല. 2022 2023 നമുക്ക് ലഭിച്ചത് ഒരേ തുകയാണ്, 13,000 കോടി രൂപ. കാലണ വർദ്ധിപ്പിച്ചിട്ടില്ല. പല സംസ്ഥാനങ്ങൾക്കും വർദ്ധിപ്പിച്ചപ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. രണ്ടാമത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത് ഗ്രാന്റ് നൽകിയിട്ടാണ്. ഗ്രാന്റ് ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് 2022 ലഭിച്ചത് 30,000 കോടിയാണെങ്കിൽ 2023 3,000 കോടി കുറച്ച് 27,000 കോടി മാത്രമാണ് ലഭിച്ചത്. 10% കുറവാണ്. 10% ഒറ്റയടിക്കാണ് ഗ്രാന്റ് ഇനത്തിൽ വെട്ടിക്കുറച്ചത്. മൂന്നാമത് കേന്ദ്രം സഹായിക്കേണ്ടത് വായ്പ അനുവദിക്കലിലൂടെയാണ്. ഇവിടെയാണ് ഭീകരമായ ഇടിവുണ്ടായിട്ടുള്ളത്. 2022 വായ്പ നമുക്ക് ലഭ്യമായത് 43,000 കോടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ 2023 അത് വെറും 22,000 കോടിയായി. പകുതി കുറച്ചു. ഒറ്റയടിക്ക് 21,000 കോടി റുപ്യ കുറച്ചത്. ഏതൊക്കെ മാധ്യമങ്ങളിൽ ഇത് വാർത്ത വന്നു? അതായത് വായ്പാ പരിധി ഏതാണ്ട് പകുതിയായി വെട്ടിക്കുറച്ചു. ഇങ്ങനെ ഒരു അനീതി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് ചെയ്യുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? നമ്മളെക്കാൾ ചെറിയ സംസ്ഥാനങ്ങൾക്ക് പോലും ഇതിലൊക്കെ വർധനവുണ്ടാക്കുന്നു. നമ്മളെ എല്ലാ നിലയിലും പ്രയാസപ്പെടുത്തുന്നു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ദുരന്തത്തിൽ പോലും ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തോട് കടുത്ത പകയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നു. നമ്മളതിലെടുത്തിട്ടുള്ള നിലപാട് വളരെ ശരിയായ നിലപാടാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് അതിൻ്റെ രക്ഷാദൗത്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ഞാൻ ഓർക്കുന്നു, വീട്ടിൽ 1, 2, 3 പേരെ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങളവിടെ പെട്ടെന്നെത്തിയ മന്ത്രിമാർ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് പ്രധാനമന്ത്രി അവിടെ എത്തി. മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് ഞങ്ങളൊരു 12 പേരുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രി അതിതീവ്ര ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഖണ്ഡിച്ചിട്ടില്ല. വൈകാരികമായിട്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. തൊട്ടടുത്ത ദിവസം നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. 4 മാസമായിട്ടും കാലണ നമുക്ക് തന്നിട്ടില്ല. L3 കാറ്റഗറിയിൽ പെടുത്തണം എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു. കാരണം ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. L2 കാറ്റഗറി ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാം. L1 കാറ്റഗറി ഒരു ജില്ലക്ക് മാത്രം കൈകാര്യം ചെയ്യാം. L0 കാറ്റഗറി അത്ര പ്രയാസപ്പെടുന്ന ദുരന്തമല്ല.
അപ്പോൾ L3 കാറ്റഗറിയിൽ പെടുത്തണമെന്നുള്ള നിലപാടും അംഗീകരിച്ചില്ല. പിന്നെ ഒരു കള്ളം പ്രചരിപ്പിച്ചത് നമ്മൾ ഫണ്ട് യഥാസമയം ചോദിച്ചില്ല എന്നാണ്. അതിൻ്റെ കൃത്യമായ നാൾ വഴികൾ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനതിപ്പോൾ മുഴുവൻ പറയുന്നില്ല. 1202 കോടി രൂപ ഇവിടെ നഷ്ടം സംബന്ധിച്ച വിശദമായ നിവേദനം സമർപ്പിച്ചു. എല്ലാ നിലയിലും ഇടപെട്ടു. അതിനുശേഷം ദുരന്തമുണ്ടായിടത്ത് പോലും പണം നൽകി. എന്നാൽ കേരളത്തിന് പണം നൽകാൻ തയ്യാറായിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടാകുന്നിടത്ത് പണം നൽകുന്നതിന് ആരും എതിരല്ല. എന്നാൽ കേരളത്തിന് എന്തുകൊണ്ട് നൽകുന്നില്ല? ഇത് വളരെ ന്യായമായൊരു ചോദ്യമാണ്. കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകാൻ തയ്യാറായില്ല. സെപ്റ്റംബർ മാസം 7-ന് വെള്ളപ്പൊക്കമുണ്ടായ തെലുങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാൻ വേണ്ടി എത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ തെലുങ്കാനക്കും ആന്ധ്രാപ്രദേശിനുമായി 3448 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ത്രിപുരക്ക് 40 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ആസാമിനും സിക്കിമിനുമായി 11,000 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. അവർക്കൊക്കെ കൊടുത്തോട്ടെ. 9,044 കോടി രൂപ കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 21 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തോട്ടെ. കേരളത്തിന് കാലണ തന്നില്ല. ഇത് ഗൗരവമേറിയ പ്രശ്നമല്ലേ? ഇത് വളരെ ഗൗരവമായ പ്രശ്നമായതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് മുഖ്യമന്ത്രി ഇതിൽ നിലപാട് സ്വീകരിച്ചത്. എന്നിട്ടും ഇതിനോട് ദുരന്ത വിഷയമായിട്ട് പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ഇത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൻ്റെ പ്രശ്നമായിട്ടാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ്, ഫണ്ട് കൃത്യമായി നൽകാത്ത ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് മുടങ്ങാതെ പെൻഷൻ നൽകുന്നത്, മുടങ്ങാതെ ജനക്ഷേമ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്, മുടങ്ങാതെ വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദില്ലിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. നമുക്ക് ന്യായമായി ലഭിക്കേണ്ട ചില പദ്ധതികൾ ലഭിക്കാനാണ്. നൽകാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നൽകും, കിട്ടും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 6 വരി പാത. ഇപ്പോൾ കുതിരാൻ ടണൽ വന്നപ്പോഴുള്ള സൗകര്യ എളുപ്പങ്ങൾ നേരിട്ട് കാണുന്നില്ലേ? ഈ ഗവൺമെൻറ് വന്ന് തുടർച്ചയായി ഇടപെട്ടു. ഇതാ ഇവിടെ MLA-മാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ടു, മുന്നോട്ട് പോയി, എല്ലാ പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോയി. അതുപോലെ ഒരു പ്രധാന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി 45 മീറ്റർ NH66. UDF ഈ കേരളത്തിൽ ഭരണം നടത്തുന്ന ഘട്ടത്തിൽ ഈ പദ്ധതി മുടങ്ങിപ്പോയതായിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF എഴുതി വെച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുടങ്ങിപ്പോയ NH66 യാഥാർത്ഥ്യമാക്കും. 2016 ഇടതുപക്ഷ സർക്കാർ വന്നു. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. ഭൂമി ഏറ്റെടുക്കലിന് കാലണ കൂടുതൽ തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ തുടർന്നു സ്വീകരിച്ചു. പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ആ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ പദ്ധതിക്ക് പണം കണ്ടെത്തുക. അതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ദേശീയവാദ വികസനത്തിനൊരു സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തിയിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീരുമാനം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊണ്ടു. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ 5,600 കോടി രൂപ ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ അത് ഒരു സ്ഥിരം ഏർപ്പാടാക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. കാരണം ദേശീയവാദ വികസനത്തിന് പണം ചെലവഴിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. 2021 ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ 2 ആഴ്ചയിലും ഞങ്ങൾ അതിൻ്റെ വിവിധ സ്ട്രെച്ചുകളുടെ റിവ്യൂ യോഗം നടത്തി. നേരിട്ട് ഫീൽഡിൽ പോയി. ഫീൽഡിൽ NHA ഉദ്യോഗസ്ഥരും PWD ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ പോകുമ്പോഴാണ് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ, ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഇടപെടാൻ വേണ്ടി സാധിക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. മലയാളി, ലോകത്തെവിടെയുമുള്ള മലയാളി ചിരകാല സ്വപ്നമായി കാണുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി, പ്രിയപ്പെട്ടവരെ, 2025 ഡിസംബറോടുകൂടി യാഥാർത്ഥ്യമാക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് LDF സർക്കാർ ആയതുകൊണ്ടല്ലേ? LDF സർക്കാരല്ല, UDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമോ? നിശ്ചയദാർഢ്യത്തോടുകൂടി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ LDF സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
ഗെയിൽ പൈപ്പ് ലൈൻ UDF-ന്റെ കാലത്ത് ഒച്ചിന്റെ വേഗത്തിലായിരുന്നു അത് നടപ്പിലാക്കി. ഓരോ പദ്ധതികളും അങ്ങനെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം തെറ്റായ സമീപനത്തിനെതിരെ പ്രതികരിക്കാൻ പോലും UDF നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. ഇത് നാടിന് ദോഷമല്ലേ? എല്ലാവരും ഒന്നിക്കണ്ടേ? നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായി ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതിന്റെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ CPIM-ന്റെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ മാത്രമാണോ? LDF-ന് വോട്ട് ചെയ്യുന്നവർ മാത്രമാണോ? LDF-നും UDF-നും BJP-ക്കും വോട്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവരുമായ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ എല്ലാവരും ഒന്നിക്കണ്ടേ? അവിടെയും കോൺഗ്രസിന്റെ പ്രശ്നം അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അവിടെയും മുസ്ലിം ലീഗിന്റെ പ്രശ്നം അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. രണ്ട് കൂട്ടർക്കും, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കുറച്ച് കാലമായിട്ട് അധികാരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. 8.5 വർഷമായിട്ട് കേരളത്തിൽ ഭരണമില്ല. നമുക്കിപ്പോൾ ഭരണം ഉണ്ടെങ്കിൽ എന്ത് എന്നുള്ളത് നമ്മൾ മറ്റ് വശങ്ങൾ കാണുന്നില്ല. ഭരണം കൊണ്ട് ചില്ലറുണ്ടാക്കുന്ന വശം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭരണമുണ്ടെങ്കിലുള്ള മറ്റു ചില വശങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എന്നാൽ അവർക്ക് അങ്ങനെയല്ല, ശീലിച്ചു പോയ ചില പ്രശ്നങ്ങളുണ്ട്. 8.5 വർഷമായി ഭരണമില്ല, 10 വർഷമായി ഭാവിയിൽ ഭരണമുണ്ടാകില്ല. തുടർന്നും UDF-ന് ഈ കേരളത്തിൽ ഭരണമുണ്ടാകാത്ത സ്ഥിതിയിലേക്ക് ഈ നാട് പോകുന്നു. അതാ പ്രശ്നം. അപ്പൊ അവരുടെ പ്രശ്നം BJP അല്ല, അവരുടെ പ്രശ്നം മതവർഗീയ പ്രസ്ഥാനങ്ങളല്ല, അവരുടെ പ്രശ്നം ഇടതുപക്ഷ വിരോധമാണ്. ആ ഇടതുപക്ഷ വിരോധത്തിന്റെ പ്രധാന കാരണം അധികാരമോഹമാണ്. അധികാരത്തോടുള്ള താല്പര്യത്തിന്റെ കാരണം ജനസേവനമല്ല, അഴിമതി താല്പര്യമാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി, വ്യക്തിഗത താല്പര്യങ്ങളുടെ ഭാഗമായി കെടുകാര്യസ്ഥതയും ഗ്രൂപ്പുകളെയും അഴിമതിയും കൊണ്ട് കേരളം വീർപ്പുമുട്ടിയ UDF-ന്റെ പഴയകാല ഭരണസ്ഥിതിയിലേക്ക് ഈ കേരളത്തെ വീണ്ടും എത്തിക്കാൻ ഇടതുപക്ഷത്തെ എല്ലാ നിലയിലും തകർക്കുക എന്നുള്ള ശ്രമമാണ്. അതിന് ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഞാൻ കഴിഞ്ഞുപോയ ആരോപണങ്ങളൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഒരു വിഷയം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ IT മേഖലയെ കരിവാരി തേക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ഇപ്പോൾ IT മേഖലയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവർ കേരളത്തിൽ IT മേഖലക്കുണ്ടായ കുതിപ്പ് LDF സർക്കാർ വന്നതിന് ശേഷം ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള കുതിപ്പിനെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? പണ്ട് ഇൻഫോ പാർക്ക് ചുളു വിലക്ക് വിൽക്കാൻ ശ്രമിച്ചവരാണ് UDF നേതാക്കന്മാർ. നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഉദാഹരണങ്ങളില്ലേ? ആ ഇൻഫോ പാർക്കിലടക്കം വൻ വികസനം സാധ്യമാക്കിയത് കേരളത്തിലെ LDF സർക്കാരാണ്. ഞാനതിൻ്റെ എല്ലാ കണക്കും ഇവിടെ ഉണ്ട്, എല്ലാ കണക്കിലേക്കും പോകുന്നില്ല. IT മേഖലയിൽ കേരളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനമാണ് LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള IT പാർക്കുകൾ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന സ്ഥിതിയാണുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികളാണ് കേരളത്തിലേക്ക് വരുന്നത്. 323 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇൻഫോ പാർക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാണ്. 600 കമ്പനികളും 66,000 ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു. 8 വർഷത്തിനുള്ളിൽ 70,000 പേർക്ക് പുതുതായി തൊഴിൽ നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചു. UDF സർക്കാർ 2011-2016 ഭരിക്കുമ്പോൾ 5 വർഷ കാലയളവിൽ ഇത് വെറും 29,845 മാത്രമായിരുന്നു. അതാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ നിലയിലേക്ക് ഉയർന്നത്. 8 വർഷത്തിനിടെ LDF ഭരിച്ച 8 വർഷത്തിനിടെ ടെക്നോ പാർക്കിൽ 140 കമ്പനികളും 21 ലക്ഷം ചതുരശ്ര അടിയിൽ ബിൽറ്റപ്പ് സ്പേസും പുതുതായി കൂട്ടിച്ചേർത്തു. ഇൻഫോ പാർക്കിൽ 300 കമ്പനികളും 50 ലക്ഷം ചതുരശ്ര അടിയും, സൈബർ പാർക്കിൽ 100 കമ്പനികളും 3 ലക്ഷം ചതുരശ്ര അടിയും കൂട്ടിച്ചേർക്കാനായി. 3 ഇടത്തുമായി 90,000 കോടി രൂപയാണ് IT കയറ്റുമതിയിലൂടെ കേരളം നേടിയത്. LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഈ 3 കേന്ദ്രങ്ങളിലൂടെ 90,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. UDF സർക്കാരിന്റെ കാലത്ത് 34,123 കോടി മാത്രമായിരുന്നു. ഈ 8 വർഷ കാലയളവിൽ 75 ലക്ഷം ചതുരശ്ര അടി IT ഇടവും പുതുതായി ഒരുക്കാനായി. 75 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ IT സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് ആരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ? രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ഇതൊക്കെ
ഇടതുപക്ഷ സർക്കാരിന്റെ സംഭാവനയാണ്. സ്പേസ് പാർക്കിനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ്. 2016 UDF ഭരണകാലത്ത് 9,753 കോടിയായിരുന്നു IT കയറ്റുമതി. LDF ഭരണകാലത്ത് അത് 20,000 കോടിയായി വർദ്ധിച്ചു. UDF ഭരണകാലത്ത് 640 കമ്പനികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 1,106 കമ്പനികളായി വർദ്ധിച്ചു. UDF ഭരണകാലത്ത് 78,068 തൊഴിലവസരങ്ങൾ ആണ് സൃഷ്ടിച്ചതെങ്കിൽ LDF ഭരണകാലത്ത് 1,70,000 തൊഴിലവസരങ്ങളായി അത് ഉയർന്നു. UDF ഭരിച്ച 5 വർഷക്കാലത്ത് ആകെ കയറ്റുമതി 34,123 കോടിയാണെങ്കിൽ LDF ഭരിച്ച 8 വർഷക്കാലയളവിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ 90,000 കോടിയായി അത് കുതിച്ചു. UDF ഭരണകാലത്ത് 45 ലക്ഷം ചതുരശ്രയടി IT ഇടം കൂട്ടിച്ചേർത്തുവെങ്കിൽ LDF ഭരണകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 75 ലക്ഷം ചതുരശ്രയടി IT ഇടം കൂട്ടിച്ചേർത്തു. ഇതാണ് വസ്തുത. ഈ വസ്തുത ആരെങ്കിലും ഉണ്ടെന്നുണ്ടോ? ഈ വസ്തുതയെക്കുറിച്ച് പറയാൻ ആളുകൾ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിന്റെ തന്ത്രം. ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രചരണങ്ങൾ വളരെ ബോധപൂർവം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കും. UDF BJPയും ഇത്തരം കാര്യങ്ങൾ ഒരുപോലെയാണ്. ഇതിൽ പ്രതിഷേധിച്ച് മതനിരപേക്ഷ മനസ്സുള്ള പലരും കോൺഗ്രസ് വിട്ടുവരുന്നു. പാലക്കാട് സ്ഥാനാർത്ഥിയായ ഡോക്ടർ സെറിൻ അങ്ങനെ വന്നയാളാണ്. കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സംസ്ഥാന പ്രസിഡന്റായി KPCCയുടെ സംഘടന കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഈ പാലക്കാട് ജില്ലയിൽ മുമ്പ് നിയമസഭയിലേക്ക് മത്സരിച്ച KP അനിൽകുമാർ അങ്ങനെ വന്നതാണ്. അങ്ങനെ നിരവധി പേർ വരുന്നു. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ചില പ്രാണി ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഡോക്ടർ സെറിൻ പോയപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞതൊരു പ്രാണി പോയ നഷ്ടമുണ്ടാകില്ല. അത് പറഞ്ഞ KPCC പ്രസിഡന്റ് ഇനി എത്ര കാലം ആ കസേരയിൽ ഇരിക്കുമെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതവർഗീയത, ഇരുമതവർഗീയത, ഒരു ഭാഗത്ത് BJP ഉയർത്തുന്ന വർഗീയത, മറുഭാഗത്ത് SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവരെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിന്റെ തണലിൽ നടത്തുന്ന മതവർഗീയത, ഇതിനെതിരെ ആത്മാഭിമാനമുള്ള മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്. അവർ കോൺഗ്രസ് വിട്ടുവരും. അവരെ നിങ്ങൾ പ്രാണികളെന്ന് വിശേഷിപ്പിച്ചാൽ മിസ്റ്റർ സുധാകരൻ, പ്രാണികളുടെ ഒരു ഘോഷയാത്ര കേരളത്തിൽ ഭാവിയിൽ കാണാൻ വേണ്ടി പോകുന്നു. ഇടതുപക്ഷത്തേക്ക് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും വരും. അതാണ് ഇനിയും വരാൻ വേണ്ടി പോകുന്നത്. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. ഒരു ഭാഗത്ത് ശാഖയ്ക്ക് കാവൽ വെക്കാൻ ഒരു മടിയും കാട്ടിയിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയും കാട്ടാത്ത KPCC പ്രസിഡന്റാണെങ്കിൽ, മറുഭാഗത്ത് ഗോൾവാൾക്കറുടെ ഫോട്ടോയിൽ കുനിഞ്ഞു നിന്ന് പൂവിട്ട് സിന്ദാബാദ് വിളിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഇവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്നത് മുസ്ലിം ലീഗുമാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും SDPIയുമാണ്. ഇതാണ് ഇന്ന് കേരളത്തിലെ അവിയൽ സഖ്യം. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മളെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രാസംഗികം പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു. മാധ്യമങ്ങളുടെ തെറ്റായ വാർത്തയെയും നമുക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി പറ്റണം. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ തുടർഭരണം വന്നു എന്നുള്ളത് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം നൽകിയ സന്ദേശം, അതോടൊപ്പം നൽകിയൊരു സന്ദേശമുണ്ട്. കുപ്രചരണങ്ങൾ നടത്തുന്ന, ഗീബൽസ്യൻ തന്ത്രങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുടെ തന്ത്രത്തിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയത്. അതല്ലേ ഇപ്പൊ ചേലക്കരയും കണ്ടത്, അതല്ലേ ഏറെക്കുറെ പാലക്കാടും കണ്ടത്. പാലക്കാട് നമ്മൾ നേരത്തെ പറഞ്ഞു, മത്സരം LDF UDFും തമ്മിലാണ്. BJPയിൽ കടുത്ത ആഭ്യന്തര പ്രശ്നമുണ്ട്. കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയിൽ കടുത്ത രോഷമുള്ള പരമ്പരാഗത BJP വോട്ടർമാരുൾപ്പെടെ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യില്ല. മത്സരം LDF UDFും തമ്മിലാണ്. ഇതായിരുന്നു വസ്തുത. BJP നേതാക്കന്മാർ പോലും BJP വിജയിച്ചു വരും, BJP നല്ല മത്സരത്തിലാണെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ തയ്യാറായോ? പറയാൻ തയ്യാറായില്ല. പക്ഷേ പറഞ്ഞ ഒരാളുണ്ട്, അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു മത്സരം UDFും BJPയും തമ്മിലാണ്. BJPയുടെ നേതാക്കന്മാർ പോലും ആത്മവിശ്വാസത്തോടു കൂടി പറയാത്ത കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മത്സരം UDFും BJPയും തമ്മിലാണ്. അതിലൂടെ കോൺഗ്രസിനോട് എങ്ങനെയെങ്കിലും കോൺഗ്രസ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച പല വോട്ടർമാരും LDFന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം, എന്നാൽ വോട്ട് അങ്ങോട്ട് ചെയ്യാം, BJPക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തവരുണ്ട്. മതനിരപേക്ഷ മനസ്സുള്ളവർ
BJP UDF ആണ് മത്സരം, എന്നാൽ BJP ജയിച്ചു എന്ന വോട്ട് UDFന് ചെയ്യാം എന്ന് LDFന് ചെയ്യാൻ തീരുമാനിച്ച പല വോട്ടർമാരും ചെയ്തു പോയിട്ടുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് സഹായിച്ചത് BJPയാണ്. BJP ഇതിലും ദയനീയമായി പാലക്കാട് പോകുമായിരുന്നു. ആ ദയനീയമായി പോകാൻ വേണ്ടി പോയ BJPക്ക് കൈത്താങ്ങായി മാറിയത് തുടർച്ചയായി അത്തരം പ്രസ്താവന നടത്തിയ കേരളത്തിലെ UDF നേതാക്കന്മാരുടെ നിലപാടാണ്. അതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ 1000 ജില്ലാ വോട്ടിന് നമ്മൾ 2ാം സ്ഥാനത്ത് നഷ്ടപ്പെട്ടു. അതില്ലായിരുന്നുവെങ്കിൽ പാലക്കാടിന്റെ ചിത്രം മാറുമായിരുന്നു. എന്നിട്ടും വോട്ട് വർദ്ധിച്ചു. ചേലക്കര എന്തൊക്കെ പ്രചരണമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുടെ ഭാഗമായി ഞങ്ങളൊക്കെ അവിടെ പ്രവർത്തിച്ചപ്പോൾ എന്തൊരു കുപ്രചരണമായിരുന്നു. പാലക്കാടിനേക്കാൾ നേരത്തെ ചേലക്കര UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്ലാൻ ചെയ്തിരുന്നു. എല്ലാ നിലയിലും ഇടപെട്ടു. വലിയ നിലയിൽ കുപ്രചരണം നടത്തി. ആ ചേലക്കര മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നപ്പോൾ 10,000-ലധികം വോട്ടിന് LDF വിജയിച്ചു. ഇങ്ങനെയൊക്കെ കുപ്രചരണം നടത്തിയിട്ടും ഇങ്ങനെയൊക്കെ എല്ലാ സാധ്യതകളും സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിനെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, നമ്മുടെ പാർട്ടിയെ ഇല്ലാതാക്കാൻ, ദുർബലപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിലും നിങ്ങളിലും അർപ്പിതമായിട്ടുള്ളത്. ഈ പാർട്ടി നിരവധി പേർ ജീവൻ നൽകി വളർത്തിയ പാർട്ടിയാണ്. ഈ പാർട്ടി നിരവധി പേർ ത്യാഗം സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. ആ കാഴ്ചപ്പാടോടുകൂടി കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കാനും നമ്മുടെ പാർട്ടിയെ വളർത്താനും നമ്മുടെ പാർട്ടിയെ കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന നിലയിലേക്ക് മാറ്റി തീർക്കാനുമുള്ള ഇടപെടലുകൾ നിങ്ങൾ ഈ പ്രദേശത്ത് നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.